നമ്മൾ സിക്സ്ത് പാർട്ട് അല്ലേ, ഫിഫ്ത്ത് മൊഡ്യൂളിലെ സിക്സ്ത് പാർട്ട്, സിക്സ്ത് സെഷൻ. ഇത് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫോഴ്സ്ഡ് ഡാംപ്ഡ് വൈബ്രേഷനാണ്. ഫോഴ്സ്ഡ് വൈബ്രേഷനിൽ തുടങ്ങാം, എന്നിട്ട് അതിൽ ഡാമ്പിങ് കൂടെ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ അതായത് ഇതുവരെ നമ്മൾ പഠിച്ചത് ഫ്രീ വൈബ്രേഷനാണ്. അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നത്. അത് പിന്നെ ഡാമ്പിങ് ഉണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ അത് ഡാമ്പിങ് സ്റ്റോപ്പ് ആവും. ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണെങ്കിൽ ഫിഗർ നമുക്കൊരു സപ്പോസ് അഗെയിൻ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം വെച്ചിട്ട് നമുക്ക് കാണിക്കാം. സ്പ്രിംഗ് മാസ് ഉണ്ട്, റൈറ്റ്. ഇതിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ടൊരു ഫോഴ്സ്. ദാറ്റ് ഫോഴ്സ് ഇൻപുട്ട് ക്യാൻ ബി ഓഫ് ടു ടൈപ്സ്, ലൈക്ക് സ്റ്റെപ്പ് ഇൻപുട്ട് ഫോഴ്സിങ്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇൻപുട്ട് ഫോഴ്സിങ്, അതായത് സ്റ്റെപ്പ് ഇൻപുട്ട്. അല്ലെങ്കിൽ ഹാർമോണിക് ഫോഴ്സിങ് ഉണ്ട്, അതായത് ഒരു സൈൻ കോമ്പണൻ്റ് ഉള്ളൊരു ഫോഴ്സ്, ഹാർമോണിക് ഫോഴ്സിങ്. അതായത് സ്റ്റെപ്പ് ഇൻപുട്ട് വെച്ചാൽ ഈ കൊടുക്കുന്ന എഫ്, ഇതിൻ്റെ സ്റ്റിഫ്നെസ് എസ്, ഇത് മാസ് എം. ഓക്കെ, കൊടുക്കുന്ന എഫ് ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് എഫ്, അതാണ് സ്റ്റെപ്പ് ഇൻപുട്ട്. ഹാർമോണിക് ആണെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു എഫ് ഈക്വൽ ടു F0 സൈൻ ഒമേഗ ടി, ആ ഒരു ഫോമിൽ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ, ഒന്നാമത്തെ സ്റ്റെപ്പ് ഇൻപുട്ടിൽ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ, ഒന്നാമത്തെ സ്റ്റെപ്പ് ഇൻപുട്ടിൽ mx ഡബിൾ ഡോട്ട് പ്ലസ് Sx വിത്തൗട്ട് ഡാമ്പിങ് ആണ്, ഈസ് ഈക്വൽ ടു നമ്മൾ ഫ്രീ വൈബ്രേഷനിൽ 0 ഇട്ടെങ്കിൽ ഇവിടെ എഫ് എന്ന് ഇടണം. ഈ എഫ് എന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പ് ഇൻപുട്ടാണ്, ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് എഫ് ഓൺ ദ സിസ്റ്റം. ഓക്കെ, അപ്പോൾ എഫിൻ്റെ ഒരു എഫക്റ്റ് എന്ന് വെച്ചാൽ സിമിലർ ടു ദി അപ്ലൈഡ് വെയിറ്റ് ഫോഴ്സ് ഡ്യൂ ടു ദ മാസ് ഓഫ് ദ വൈബ്രേറ്റിംഗ് സിസ്റ്റം. ഏകദേശം അതുപോലെ തന്നെ. കാരണം ഇവിടെ ഈ ഫിഗർ നോക്കാം. സപ്പോസ് ഈ ഒരു ഫിഗറിൽ ജസ്റ്റ് ഇവിടെ നമുക്ക് സ്പ്രിങ് ഉണ്ട്. ഈ സ്പ്രിങ്ങിൻ്റെ ഇനീഷ്യൽ എൻഡ്, മാസ് ആഡ് ചെയ്യുന്നതിന് മുന്നേ എൻഡ് എന്ന് വെച്ചാൽ ഒരു എ എന്നുള്ളൊരു പ്ലെയിനിലുണ്ടായിരുന്നു വിചാരിക്കാം. മാസ് ആഡ് ചെയ്തതിന് ശേഷം അത് ബി എന്നുള്ളൊരു പ്ലെയിനിലെത്തി, അല്ലേ, ബി എന്നുള്ളൊരു പ്ലെയിനിലെത്തി. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈ ഡിസ്റ്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, mg/s, അല്ലെങ്കിൽ മാസ്, അതായത് ആ മാസിൻ്റെ വെയിറ്റ് ബൈ എസ് എന്ന് വെച്ചാൽ സ്റ്റിഫ്നെസ് ഓഫ് ദ, അതാണ് സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഡെൽറ്റ, mg/s. പക്ഷേ നമ്മളൊരു ഒരു ഫോഴ്സ് എഫ്, സ്റ്റെപ്പ് ഇൻപുട്ട് ഫോഴ്സ് എഫ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ റീച്ച് ടു അനദർ പ്ലെയിൻ സി. ഈ സി ആയിരിക്കും ഇക്വിലിബ്രിയം പ്ലെയിൻ. ഇനി സിയുടെ താഴേക്കും മുകളിലേക്കും ആയിരിക്കും എഫ്, ഇങ്ങോട്ടാണ്. സിയുടെ താഴേക്കും മുകളിലേക്കും ആയിരിക്കും അതിനെന്തുണ്ടാവുക, വൈബ്രേഷൻ ഉണ്ടാവുക. ഓക്കെ, സിയുടെ താഴേക്കും മുകളിലേക്കുമാണ് വൈബ്രേഷൻ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് F/S ആണ്, അതായത് അപ്ലൈഡ് സ്റ്റെപ്പ് ഇൻപുട്ട് ഡിവൈഡ് ബൈ എസ് എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് ഓഫ് ദ സ്പ്രിങ്. ഇങ്ങനെയാണ് സ്റ്റെപ്പ് ഇൻപുട്ട് ഫോഴ്സിൽ വൈബ്രേഷൻ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഫോഴ്സ് ഇല്ലെങ്കിൽ ഈ ഇക്വിലിബ്രിയം പ്ലെയിൻ ബി ആണ്, ബിയുടെ താഴെയും മുകളിലേക്കുമായിരിക്കും വൈബ്രേഷൻ ഉണ്ടാവും. പക്ഷേ ഇവിടെ ബി അല്ല ഇക്വിലിബ്രിയം പ്ലെയിൻ, സി എന്നുള്ളൊരു പുതിയ പ്ലെയിൻ. ആ സി എന്നുള്ള പുതിയ പ്ലെയിൻ എന്ന് വെച്ചാൽ ആ ഒരു ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് F/S എന്നുള്ള വാല്യൂ, mg/s എന്നുള്ള സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ്റെ ഒന്നിച്ച് ഒരു എക്സ്ട്രാ ഡിഫ്ലക്ഷൻ കൂടെ വന്നു, F/S, ഡ്യൂ ടു ദാറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ഫോഴ്സ്. ഓക്കെ, അതേപോലെ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഓക്കെ, mx ഡബിൾ ഡോട്ട് പ്ലസ് Sx ഈക്വൽ ടു എഫ്. ഹാർമോണിക് ഫോഴ്സിങ് ആണെങ്കിലോ, സെക്കൻഡ് ഹാർമോണിക് ഫോഴ്സിങ് ആണെങ്കിൽ എഫ് ഈക്വൽ ടു F0 സൈൻ ഒമേഗ ടി. എഫ് ഒരു കോൺസ്റ്റൻ്റ് അല്ല, എഫ് ഒരു പീരിയോഡിക് ഫോഴ്സാണ്, ഇത് ആക്ടിങ് ഡൗൺവേർഡ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ mx ഡബിൾ ഡോട്ട് പ്ലസ് Sx ഈസ് ഈക്വൽ ടു 0 പകരം F0 സൈൻ ഒമേഗ ടി. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഫ്രീ വൈബ്രേഷനിൽ mx ഡബിൾ ഡോട്ട് പ്ലസ് Sx ഈക്വൽ ടു 0 എന്നാണ് ഫ്രീ വൈബ്രേഷനിൽ എഴുതിയത്. പക്ഷേ ഇത് സോൾവ് ചെയ്യാൻ, ലൈക്ക് ഇത് x ഡബിൾ ഡോട്ട് പ്ലസ് S/m ഇൻറ്റു എക്സ് ഈക്വൽ ടു 0, ഇത് സോൾവ് ചെയ്യാൻ സിമ്പിളായിരുന്നു. കാരണം ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഓക്സിലറി ഇക്വേഷൻ കണ്ട്, അല്ലേ, ഓക്സിലറി ഇക്വേഷൻ ഇത് d² പ്ലസ് S/m x ഈസ് ഈക്വൽ ടു 0, അതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ കണ്ട് അതിൻ്റെ
ഓക്സിലറി റൂട്ട്സ് കണ്ട് റിയൽ ആണോ ഇമാജിനറി ആണോ എന്നൊക്കെ നോക്കി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം, ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് 0 അല്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇക്വേഷൻ, ഇങ്ങനെയുള്ളൊരു ഫോമിൽ നമുക്ക് രണ്ട് സൊല്യൂഷൻ പാർട്ട്, അതായത് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും, ഇറ്റ് വിൽ കണ്ടെയ്ൻ 2 കോമ്പണൻസ്, കോംപ്ലിമെൻ്ററി ഫങ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ, രണ്ട് പാർട്ടുണ്ട്, CF+PI. ഈ കോംപ്ലിമെൻ്ററി ഫങ്ഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണെങ്കിൽ കിട്ടുന്ന ആ ഒരു ഫങ്ഷൻ, എക്സിൻ്റെ വാല്യൂ. അതായത് ഇത് സ്മോൾ എക്സ് ഈക്വൽ ടു CF+PI എന്നാണ് കിട്ടുക ഇതിൻ്റെ സൊല്യൂഷൻ. CF എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് മോഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണെങ്കിൽ കിട്ടിയേക്കാവുന്ന ആ വാല്യൂ, എക്സിൻ്റെ വാല്യൂ, അതാണ് PI. അപ്പോൾ CFൻ്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് നമ്മൾ CFൻ്റെ വാല്യൂ നമ്മൾ ഫ്രീ വൈബ്രേഷനിൽ ചെയ്ത അതേ വാല്യൂ തന്നെ. നമുക്കത് ഒരു എക്സ് ഇൻറ്റു സൈൻ ഒമേഗ NT+5 എന്നല്ലേ കിട്ടിയത് CF അല്ലേ. ഡാമ്പിങ് ഇല്ലാത്ത കേസിൽ നമ്മളെ ഇക്വേഷൻ സ്മോൾ എക്സ് ഈക്വൽ ടു X ഇൻറ്റു സൈൻ ഒമേഗ NT+5 എന്നുള്ളൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. പക്ഷേ PI എന്നുള്ളത് നമുക്ക് സപ്പോസ് ഈ ഇക്വേഷൻ x⋯ ഇൻറ്റു x ഈസ് ഈക്വൽ ടു F0/m, കാരണം എം ഇവിടെ ഉണ്ടായത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൂടെ വരും. F0/m സൈൻ ഒമേഗ ടി എന്നായി. എം ഇവിടെ ഉണ്ടായതാണ് ഇവിടത്തേക്ക് വന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു എം ഡിനോമിനേറ്ററിൽ വന്നു. ഇങ്ങനെയുള്ള ഫംഗ്ഷൻ ഇതിൻ്റെ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാൻ ടു ഫൈൻഡ് PI ഈക്വൽ ടു അൺനോൺ. PI കാണാൻ നമ്മൾ എന്ത് ചെയ്യും, ഡി ഓപ്പറേറ്റർ കൊണ്ടുവരും. അപ്പോൾ D² ഓപ്പറേറ്ററാണ്, കാരണം x⋯ആണ്. D² + S/m ഇൻറ്റു x ഈസ് ഈക്വൽ ടു F0/m ഇൻറ്റു സൈൻ ഒമേഗ ടി അല്ലേ, സൈൻ ഒമേഗ ടി. ഈ ഒമേഗ എന്താണ്, ഒമേഗ n അല്ല. ഒമേഗ എന്ന് പറയുന്നത് ദ ഫ്രീക്വൻസി ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ് ആണ്. രണ്ടാണ്. ഒമേഗ നോട്ട് ഈക്വൽ ടു ഒമേഗ. ഈ ഒമേഗ എന്ന് വെച്ചാൽ സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി, ഇത് നോട്ട് ഈക്വൽ ടു ഒമേഗ, ഇത് അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഫ്രീക്വൻസി. രണ്ടാണ്, തെറ്റിദ്ധരിച്ചേക്കുന്നത്. പിന്നെ നമ്മളൊരു ഒമേഗ ഡി എന്നും പഠിച്ചിരുന്നു. അത് നമ്മൾ ഡാമ്പിങ്ങിൻ്റെ കേസിൽ കഴിഞ്ഞ സെഷനിൽ ഒമേഗ ഡി, അത് ഡാമ്പിങ്ങിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡി ഓപ്പറേറ്റർ വെച്ചിട്ട് ഇതിൻ്റെ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാൻ നിങ്ങൾ മാത്സിൽ ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ പഠിച്ചിട്ടുണ്ടാവും. PI ഈസ് നത്തിങ് ബട്ട് PI ഈസ് ഈക്വൽ ടു F0, അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലെ ഫംഗ്ഷൻ F0/m ഇൻറ്റു സൈൻ ഒമേഗ ടി ബൈ D² + S/m. ഒന്നുമില്ല, ഈ സംഭവത്തിന് നമ്മൾ നേരെ ഇപ്പോഴത്തെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നു. ഇനി ഇങ്ങനൊരു ഫംഗ്ഷൻ PI ഇങ്ങനൊരു ഫംഗ്ഷനിൽ എന്ത് ചെയ്താൽ മതി വെച്ചാൽ, ഡിനോമിനേറ്ററിൽ D² + A² ആണെങ്കിൽ, അല്ലെങ്കിൽ D² + അനദർ ടേം ആണെങ്കിൽ, മുകളിലുള്ളത് സൈൻ ഒമേഗ ടി, ന്യൂമറേറ്ററിൽ സൈൻ ഒമേഗ ടി ഉണ്ടെങ്കിൽ യു ഡു ജസ്റ്റ് വൺ തിങ്, ടിയുടെ കോഎഫിഷ്യൻറ്റ് ഒമേഗ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് D² വിത്ത് -ω², ഇങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ PI എന്നുള്ളത് F0/m ഇൻറ്റു സൈൻ ഒമേഗ ടി അങ്ങനെ തന്നെ ഉണ്ട്, ഡിവൈഡ് ബൈ -ω² + S/m. PI ഈസ് ഈക്വൽ ടു F0/m ഇൻറ്റു സൈൻ ഒമേഗ ടി ഡിവൈഡ് ബൈ S/m -ω² എന്ന് മാറ്റിയത് അല്ലേ, S/m -ω². റൈറ്റ്. ഞാനിതിനൊന്ന് ഒരു ചെറിയൊരു സിംപ്ലിഫിക്കേഷൻ, അല്ലെങ്കിൽ ഇതിനൊന്ന് മാറ്റി എഴുതുന്നു. അതായത് ഈ S/m ഞാൻ താഴെ മുകളിലും ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, താഴെ മുകളിലും S/m ഞാനൊന്ന് ഡിവൈഡ് ചെയ്യുന്നു, ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഞാനാണെങ്കിൽ
പി ഐ ഈസ് ഈക്വൽ ടു F0, അതായത് ഇവിടെ ഇതേ കൊണ്ട് എം ബൈ എസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എം ബൈ എസ് ഇൻറ്റു എം ബൈ എസ്, റൈറ്റ്, എം ബൈ എസ് ഇൻറ്റു എം ബൈ എസ് ആണെങ്കിൽ ഇത് F0/S ആവും. പിന്നെ ഒരു സൈൻ ഒമേഗ ടി ഉണ്ട് ഡിവൈഡ് ബൈ ഇതെന്താവും, എം ബൈ എസ് ഇൻറ്റു എസ് ബൈ എം 1 ആവും. 1 മൈനസ് ഒമേഗ സ്ക്വയർ എം ഒമേഗ സ്ക്വയർ ബൈ എസ് എന്തായിരിക്കും ഈ എം ബൈ എസ് എന്ന് വെച്ചാൽ എന്താ, എം ബൈ എസ് എന്ന് വെച്ചാൽ എന്താ, അല്ലെങ്കിൽ എസ് ബൈ എം എന്ന് വെച്ചാൽ എന്താ, എസ് ബൈ എം ഓർമ്മയുണ്ടോ, എസ് ബൈ എം എന്താണെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ റൂട്ട് എസ് ബൈ എം ഈസ് ഈക്വൽ ടു ഒമേഗ എൻ എന്നല്ല എടുത്തത്. അപ്പോൾ എസ് ബൈ എം എന്ന് വെച്ചാൽ ഒമേഗ എൻ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഒമേഗാസ് ബൈ ഒമേഗ എൻ സ്ക്വയർ എന്നല്ലേ ആവുക, ഒമേഗ ബൈ ഒമേഗ എൻ സ്ക്വയർ. അപ്പോൾ പർട്ടിക്കുലർ ഇൻ്റർവൽ എന്ന് വെച്ചാൽ F0/S സൈൻ ഒമേഗ ടി ബൈ 1 മൈനസ് ഒമേഗ ബൈ ഒമേഗ എൻ ഹോൾ സ്ക്വയർ. സോ ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് സി എഫ് പ്ലസ് പി ഐ ആണ്, സി എഫ് പ്ലസ് പി ഐ എന്നാണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് സൈൻ ഒമേഗ ടി, ഒമേഗ എൻ ടി ആണ്, ഒമേഗ എൻ ടി പ്ലസ് 5 പ്ലസ് അടുത്ത പേജ് എഴുതാം, എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സൈൻ ഒമേഗ എൻ ടി പ്ലസ് 5 പ്ലസ് F0/S ഹോൾ ഡിവൈഡ് ബൈ പ്ലസ് F0/S ഇൻറ്റു സൈൻ ഒമേഗ ടി ഉണ്ട്, സൈൻ ഒമേഗ ടി ഉണ്ട് ഡിവൈഡഡ് ബൈ 1 മൈനസ് ഒമേഗ ബൈ ഒമേഗ എൻ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത്രയും ടേം വരും. അപ്പോൾ ഇതൊരു സം ഓഫ് 2 ഹാർമോണിക്സ് ആണ്. കാരണം സൈൻ ഇവിടെ എക്സ് സൈൻ എന്നുള്ള ഒരു അല്ലേ, ഫസ്റ്റ് ടേമിന് എക്സ് ഇൻറ്റു സൈൻ എന്നുള്ളതുണ്ട്, അതൊരു ഹാർമോണിക്കാണ്. സൈൻ ടേം എന്ന് ഒരു ഹാർമോണിക്കായി. രണ്ടാമത്തെ ടേമിനൊരു സൈൻ കോമ്പണൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഒമേഗ എൻ ടി ആണ്, ഇവിടെ ഒമേഗ ടി ആണ്. ഈ ഒമേഗ വെച്ചാൽ ഫ്രീക്വൻസി ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്, ഈ ഒമേഗ എന്ന് വെച്ചാൽ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി. അത് ഫ്രീ വൈബ്രേഷൻ ആയിരുന്നെങ്കിൽ എന്തായേനെ അതിൻ്റെ ഫ്രീക്വൻസി, അതായിരുന്നു ഒമേഗ എൻ. സോ ദ റിസൾട്ടൻ്റ് മോഷൻ ഈസ് ദ സം ഓഫ് 2 ഹാർമോണിക്സ്. ഈ കോൺസ്റ്റൻറ്റ് എക്സ് ആൻഡ് ഫൈ ക്യാൻ ബി ഡിറ്റർമിൻഡ് യൂസിങ് ഇനീഷ്യൽ കണ്ടീഷൻ. അതായത് സ്മോൾ ടി, അതായത് ടൈം 0 ആയിട്ട് എടുക്കുമ്പോൾ സ്മോൾ എക്സ് എന്തായിരുന്നു, അല്ലെങ്കിൽ വെലോസിറ്റി എന്തായിരുന്നു എന്നുള്ള ഇനീഷ്യൽ കണ്ടീഷൻസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഫൈൻഡ് ദ വാല്യൂ ഫോർ ക്യാപിറ്റൽ എക്സ് ആൻഡ് ഫൈ ഫേസ് ആംഗിൾ. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ ഫോഴ്സ്ഡ് ഡാംപ്ഡ് വൈബ്രേഷൻ ആണെങ്കിലോ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ വിത്ത് ഡാമ്പിങ്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ വിത്ത് ഡാമ്പിങ്, ഫോഴ്സ്ഡ് ഡാമ്പിങ് വൈബ്രേഷൻ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷനിലുള്ള ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് വെച്ചാൽ എം എക്സ് ഡബിൾ ഡോട്ട് ഉണ്ടാവും. ഈ അതായത് ഇൻപുട്ട് ഫോഴ്സ് F0 സൈൻ ഒമേഗ ടി തന്നെ, എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് ഡാമ്പിങ് ആണുള്ള ഡാമ്പിങ് കോഎഫിഷ്യൻ്റ് ഇൻറ്റു വെലോസിറ്റി അല്ലേ, സി എക്സ് ഡോട്ട് ഉണ്ടാവും, പിന്നെ എസ് എക്സ് ഉണ്ടാവും. ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, F0 സൈൻ ഒമേഗ ടി. ഇതായിരിക്കും ഫംഗ്ഷൻ, ഇങ്ങനെ ആയിരിക്കും. കാരണം നേരത്തെ ഡാമ്പിങ് ഇല്ലാത്ത കേസിൽ സി എക്സ് ഡോട്ട് എന്നുള്ള ഒരു ടേം ഉണ്ടായിരുന്നില്ല, അതിവിടെ എക്സ്ട്രാ വന്നു അല്ലേ. ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാം, എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് സി ബൈ എം ഇൻറ്റു എക്സ് ഡോട്ട് പ്ലസ് എസ് ബൈ എം ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു F0/M സൈൻ
ഒമേഗ ടി എന്നുള്ള ഇക്വേഷൻ ആയിട്ട് മാറ്റി എഴുതാം. അപ്പോൾ ഇതിൻ്റെ സി എഫ് എന്ന് പറയുന്ന കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ വൈബ്രേഷൻ്റെ കേസിൽ ഡാമ്പിങ് വരുന്ന ഫ്രീ വൈബ്രേഷൻ്റെ കേസിലുള്ള സൊല്യൂഷൻ അതെന്തായിരുന്നു? ക്യാപിറ്റൽ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി അല്ലേ ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി പ്ലസ് ഫൈ അല്ലേ. ഇങ്ങനെയായിരുന്നു നമ്മൾ കോംപ്ലിമെൻ്ററി ആ ഫ്രീ വൈബ്രേഷൻ്റെ കേസിൽ എടുത്തത്. അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് സീറോ, അതായത് ഈ ഒരു ടേം ഇല്ലാതിരിക്കുമ്പോൾ ഇവിടെ ഇതിന് പകരം സീറോ ആയിട്ടുള്ള സമയത്ത് നമുക്ക് കിട്ടിയ ഒരു സൊല്യൂഷൻ ഇതായിരുന്നു അല്ലേ. അപ്പോൾ അതാണ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പി ഐ പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഈ കേസിൽ നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ അതിന് പകരം നമ്മൾ ഇപ്പോഴ് ഈ സി ബൈ എം എന്നുള്ളത് കുറച്ചും കൂടി സോൾവിങ് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് സി ബൈ എം എ ആയിട്ട് എടുത്തോ, എസ് ബൈ എം ബി ആയിട്ട് എടുത്തോ, F0/m എന്നുള്ളത് ഡി ആയിട്ട് എടുത്തോ. ഓക്കെ, കാരണം സി നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ട് ഇത് ഡി ആയിട്ട് എടുത്തോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് എ എക്സ് ഡോട്ട് പ്ലസ് ബി എക്സ് ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു സൈൻ ഒമേഗ ടി. ഇങ്ങനെ ഇതിൻ്റെ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാൻ വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് ഡി സ്ക്വയർ പ്ലസ് എ ഇൻറ്റു ഡി അല്ലേ, എക്സ് ഡോട്ട് വെച്ചാൽ ഡി ഓപ്പറേറ്റർ ഡി ആണ്, പ്ലസ് ബി ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു F0/m പകരം നമ്മൾ ഡി സൈൻ ഒമേഗ ടി. ഇനി എക്സ് ഈസ് ഈക്വൽ ടു എന്തായി, നേരെ താഴെ കൊണ്ടുവന്നാൽ മതി, ഡി സൈൻ ഒമേഗ ടി ബൈ ഡി സ്ക്വയർ പ്ലസ് എ ഡി പ്ലസ് ബി. ഇതാണ് എക്സിൻ്റെ വാല്യൂ. ഇനി ഡി സ്ക്വയർ നമുക്കറിയാം, ഡി സ്ക്വയറിന് പകരം നമുക്ക് ഒമേഗ, ഡി സ്ക്വയർ കണ്ട അപ്പോൾ തന്നെ മുകളിൽ സൈൻ ഒമേഗ, സൈനായാലും കോസ് ആയാലും അതിൻ്റെ ആ കോയഫിഷ്യൻറ്റ് ഒമേഗ ടിയുടെ കോയഫിഷ്യൻറ്റ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ കോയഫിഷ്യൻറ്റ് സ്ക്വയറിൻ്റെ മൈനസ്, ഡി സ്ക്വയർ പകരം മൈനസ് ഒമേഗ സ്ക്വയർ ഇടാം. അപ്പോൾ എക്സ് ഈക്വൽ ടു ഡി സൈൻ ഒമേഗ ടി ബൈ മൈനസ് ഒമേഗ സ്ക്വയർ പ്ലസ് എ ഡി പ്ലസ് ബി. പക്ഷേ ഡിക്ക് നമുക്ക് ഒമേഗ ഇടാൻ പറ്റില്ല, അങ്ങനെയാണ് മാത്സ് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ഡി ഒഴിവാക്കണമെങ്കിൽ ഇതിൻ്റെ കോൺജുഗേറ്റ് അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും കൂടെ മാറ്റി എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു ഡി സൈൻ ഒമേഗ ടി ബൈ ബി മൈനസ് ഒമേഗ സ്ക്വയർ പ്ലസ് എ ഡി എന്ന് മാറ്റി എഴുതാം. റൈറ്റ്. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇതിനെ ഡി സ്ക്വയർ ആക്കാൻ താഴെ മുകളിലും ഞാൻ ഒരു കാര്യം ചെയ്യുന്നു. താഴെ മുകളിലും ബി മൈനസ് ഒമേഗ സ്ക്വയർ മൈനസ് എ ഡി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേപോലെ ബി മൈനസ് ഒമേഗ സ്ക്വയർ ബി മൈനസ് ഒമേഗ സ്ക്വയർ മൈനസ് എ ഡി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് താഴെ മുകളിലും ബി മൈനസ് ഒമേഗ സ്ക്വയർ മൈനസ് എ ഡി മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എന്താണ് സംഭവം? അതായത് ഈ ടേമിൻ്റെ കോൺജുഗേറ്റാണ് ഞാനിവിടെ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ താഴെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്താൽ സംഭവം സെയിം ആയി അല്ലേ. ഇതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്താ, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്തായി, എക്സ് ഈസ് ഈക്വൽ ടു ഡി സൈൻ ഒമേഗ ടി ഇൻറ്റു ഒരു ബി മൈനസ് ഒമേഗ സ്ക്വയർ മൈനസ് എ ഡി എന്നുള്ളൊരു സംഭവം അവിടെ ഉണ്ട്, അതവിടെ വെച്ചേക്ക്. താഴെ എന്തായി, ബി മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ഹോൾ ഒമേഗ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്ത് വന്നു, ഡി സ്ക്വയർ വന്നു അല്ലേ. ഡി സ്ക്വയർ വന്നിട്ടുണ്ടെങ്കിൽ മുകളിലത്തെ ടേമിൽ ന്യൂമറേറ്ററിൽ സൈൻ ടേം ഉണ്ടെങ്കിൽ സൈനിൻ്റെ അതായത് സൈനിൻ്റെ ഇതുണ്ടല്ലോ പാരാമീറ്റർ ടി ആണ്, ടിയുടെ കോഎഫിഷ്യൻറ്റ് ഒമേഗ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഈക്വൽ ടു ഡി സൈൻ ഒമേഗ ടി ഇൻറ്റു ബി മൈനസ് ഒമേഗ സ്ക്വയർ മൈനസ് എ ഡി ബൈ ബി മൈനസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ. മൈനസ് ഉണ്ടല്ലോ ഇവിടെ, ഓൾറെഡി മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ ഡി സ്ക്വയറിന് പകരം മൈനസ് ഒമേഗ സ്ക്വയർ വരുമ്പോൾ ഇത് പോസിറ്റീവ് ആവും അല്ലേ. ഇത് പ്ലസ്
എ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഇങ്ങനെ വന്നു. ഈ സൈൻ ഒമേഗ ടി രണ്ട് ടേമിനൊന്ന് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു ഡി ഞാൻ പുറത്ത് തന്നെ വെക്കുന്നത് സൈൻ ഒമേഗ ടി ഇൻറ്റു ബി മൈനസ് ഒമേഗ സ്ക്വയർ മൈനസ് എ ഡി സൈൻ ഒമേഗ ടി, രണ്ടിനും സൈൻ ഒമേഗ ടി കൊടുത്തു, ഡിവൈഡ് ബൈ ബി മൈനസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് എ ഒമേഗ ഹോൾ സ്ക്വയർ. ഇനി ഞാനൊരു ചെറിയൊരു അസംഷൻ നടത്തും. അസംഷൻ അല്ല, ഞാനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ബി മൈനസ് ഒമേഗ സ്ക്വയറിന് ആർ കോസ് ഫൈ എന്നും എ ഡിക്ക് ആർ സൈൻ ഫൈ എന്നും ഇടും. സോറി, എ ഡിക്കല്ല, നമുക്ക് ഒരു ചെറിയൊരു കാര്യം കൂടി ചെയ്യാം. ഇത് ഡി ഇൻറ്റു ഈ ഡി എന്ന് വെച്ചാൽ ഡി ഓപ്പറേറ്ററാണ്. ഡി ഓപ്പറേറ്റർ ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് വെച്ചാൽ എന്താ? ഡി ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ ഓഫ് സൈൻ ഒമേഗ ടി എന്ന് വെച്ചാൽ എന്താ? കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ അല്ലേ. അപ്പോൾ ഇതെന്തായി? ഒമേഗ ഇൻറ്റു എ ഒമേഗ, ഒരു ഒമേഗ പുറത്ത് എക്സ്ട്രാ വന്നു, എ ഇൻറ്റു ഒമേഗ കോസ് ഒമേഗ ടി എന്നായി, എ ഇൻറ്റു ഒമേഗ കോസ് ഒമേഗ ടി എന്നായി അല്ലേ. ഇനി ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് ബി മൈനസ് ഒമേഗ സ്ക്വയറിന് ഒരു ആർ കോസ് ഫൈ എന്നും എ ഒമേഗക്ക് ഒരു ആർ സൈൻ ഫൈ എന്നും കൊടുത്തു. അതായത് ബി മൈനസ് ഒമേഗ സ്ക്വയറിന് ആർ, ഒരു ക്യാപിറ്റൽ ആർ കോസ് ഫൈ എന്ന് കൊടുത്തു, എ ഒമേഗക്ക് എന്തായി? ഒരു ആർ സൈൻ ഫൈ എന്ന് കൊടുത്തു അല്ലേ. അപ്പോൾ കോൺസ്റ്റൻസ് ആർ ആൻഡ് ആർ കോസ് ഫൈ ഈസ് ഈക്വൾ ടു ഇതും ആർ സൈൻ ഫൈ ഈസ് ഈക്വൾ ടു ഇതും ആണെങ്കിൽ ആറ് എന്നുള്ളത് സിമ്പിളായിട്ട് എന്താ? റൂട്ട് ഓഫ് ബി മൈനസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് എ ഒമേഗ ഹോൾ സ്ക്വയർ. കാരണം ഇത് സ്ക്വയർ പ്ലസ് ഇത് സ്ക്വയർ ഈസ് ഈക്വൾ ടു എന്തായിരിക്കും? ഇത് സ്ക്വയർ പ്ലസ് ഇത് സ്ക്വയർ അല്ലേ. അപ്പോൾ കോസ് സ്ക്വയർ 5 പ്ലസ് സൈൻ സ്ക്വയർ 5 1 ആയി പോകും, ബാക്കിയിൽ ആർ സ്ക്വയർ. അപ്പോൾ ആറ് എന്തായി? അതിൻ്റെ റൂട്ടായി. അതേപോലെ ടാൻ ഫൈ ചെയ്താലോ? ടാൻ ഫൈ എന്ന് വെച്ചാൽ രണ്ടിൻ്റെ റേഷ്യോ ഉണ്ടാൽ മതി. രണ്ടിൻ്റെ റേഷ്യോ എന്ന് വെച്ചാൽ എന്താ? സൈൻ ഫൈ ബൈ കോസ് ഫൈ. അപ്പോൾ എ ഒമേഗ ബൈ ബി മൈനസ് ഒമേഗ സ്ക്വയർ, സിമ്പിൾ. എ ഒമേഗ ഇൻറ്റു ബി മൈനസ് ഒമേഗ സ്ക്വയർ ടാൻ ഫൈ. അപ്പോൾ ആർ എന്തായി? അപ്പോൾ ഫൈ എന്താ? ടാൻ വേഴ്സ് ഓഫ്. അപ്പോൾ ആറിൻ്റെ വാല്യൂം ഫൈയുടെ വാല്യൂ നമുക്ക് അറിയാം, റൈറ്റ്. ആറിൻ്റെ വാല്യൂം ഫൈയുടെ വാല്യൂ അറിയാം, അത് അവിടെ വെക്കുക. ഇനി ഞാൻ ഇവിടെ ഇത് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഇതിന് രണ്ടിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് മാറ്റം വരും? പി ഐ എന്നുള്ളത് ഡി പുറത്തുണ്ട്, ഒരു ആറ് നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം, ബാക്കി എന്തുണ്ട്? ഒരു സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് ഫൈ വരും, മൈനസ് ഒരു കോസ് ഒമേഗ ടി ഇൻറ്റു ഒരു സൈൻ ഫൈയും വരും. കണ്ടാ? കാരണം സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്നുള്ളൊരു ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഡിവൈഡ് ബൈ ബി മൈനസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് എ ഒമേഗ ഹോൾ സ്ക്വയർ അല്ലേ. സോ പി ഐ ഈസ് ആറ് എന്ന് പറയുന്നത് നമുക്കറിയാം. ആറ് എന്നുള്ളത് ആറിന് പകരം എന്താ? റൂട്ട് ഓഫ് ബി മൈനസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് എ ഒമേഗ ഹോൾ സ്ക്വയർ അല്ലേ. പിന്നെ ഈ ടേം എന്തായി? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്നുള്ളത് സൈൻ എ മൈനസ് ബി, സൈൻ ഒമേഗ ടി മൈനസ് ഫൈ അല്ലേ, സൈൻ എ മൈനസ് ബി ആയി. പിന്നെ താഴെ എന്തുണ്ട്? ബി മൈനസ് ഒമേഗ സ്ക്വയർ പ്ലസ് എ ഒമേഗ ഹോൾ സ്ക്വയർ ഇൻറ്റു എ ഒമേഗ സ്ക്വയർ. ഇങ്ങനെയുണ്ട് അല്ലേ, ഇങ്ങനെയുണ്ട്. അപ്പോൾ ഈ ടേമും കട്ടാവൂലേ? ഇത് റൂട്ടില്ലാത്തത്, അപ്പോൾ താഴെ റൂട്ട് വരും. അപ്പോൾ പി ഐ ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് ഫൈവ് ഡിവൈഡ് ബൈ റൂട്ട് ബി സ്ക്വയർ മൈനസ് ബി മൈനസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് എ ഒമേഗ ഹോൾ സ്ക്വയർ അല്ലേ.
നമുക്ക് ബാക്ക് ഡി എന്താണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ബി എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പി ഐ ഈസ് ഈക്വൽ ടു F0/m, ഡി എന്ന് വെച്ചാൽ F0/m ആയിരുന്നു, ബൈ റൂട്ട് S/m മൈനസ് ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് C/m ഒമേഗ സ്ക്വയർ, സോറി ഒമേഗ ഹോൾ സ്ക്വയർ അല്ലേ, ഒമേഗ ഹോൾ സ്ക്വയർ ഇൻറ്റു ഒരു സൈൻ ഒമേഗ ടി മൈനസ് ഫൈവ്. ഇനി ഞാൻ ചെറിയൊരു എഗെയിൻ ഒരു സിംപ്ലിഫിക്കേഷൻ, ഈ എമ്മിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി, ഈ എമ്മിന് ഓക്കെ ഒരു എം ഞാൻ പുറത്തേക്ക് എടുക്കുന്നു, പി ഐ എന്നുള്ളത് F0 ഇൻറ്റു റൂട്ട് എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് സി ഒമേഗ ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് ഫൈവ് എന്നായി. എം എല്ലാം ക്യാൻസലായി, ഇവിടെ ഒരു എം ഉണ്ടായത്, ഈ എം ഉണ്ടായത് ക്യാൻസലായി, കാരണം ഇവിടുന്ന് എല്ലാത്തും ഇവിടുന്ന് എം പുറത്തേക്ക് എടുത്തു, ആ എം ക്യാൻസലായി. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ ജസ്റ്റ് അൾജിബ്ര മാത്രമാണ്. ഇതാണ് പി ഐ, ഫൈനൽ പി ഐ. ഓക്കെ, ഇതാണ് ഫൈനൽ പി ഐ. നമ്മുടെ ഫൈനൽ എക്സ് എന്നുള്ളത് സി എഫ് പ്ലസ് പി ഐ ആണ്, അതായത് ക്യാപിറ്റൽ എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി സൈൻ ഒമേഗ ഡി ടി മൈനസ് ഫൈവ്. ഓക്കെ, പ്ലസ് F0 ബൈ റൂട്ട് എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് സി ഒമേഗ ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് ഫൈവ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട, ഈ ഫൈവും സെയിം അല്ല, അതുകൊണ്ട് ഇത് 5/1 കേട്ടോ, കാരണം അത് രണ്ട് ഡിഫറെൻറ്റ് ഫൈ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ എഴുതുമ്പോൾ സി എഫ് എഴുതുമ്പോൾ അത് വേറൊരു ഫൈ ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്, 5/1 എന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. സി എഫ് ഇതാ ഇവിടെ ഇത് 5/1 എന്ന്, രണ്ടും ഡിഫറെൻറ്റ് ഫേസ് ആംഗിൾസ് ആണ്, രണ്ടും ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കണം. കാരണം അത് സി എഫിൽ, ഇത് പി ഐയിൽ, അത് രണ്ടും ഒന്നാവണമെന്നൊരു നിർബന്ധമില്ല അല്ലേ. അപ്പോൾ ഇതാണ് ഫൈനൽ ഇക്വേഷൻ ഫോർ ദ ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ സോൾവ് ചെയ്ത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, സോ ദ ഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ, ഇത് ഈ ഒരു പർട്ടിക്കുലർ ടേം ഡാമ്പിങ് ഫ്രീ വൈബ്രേഷൻ, സോറി എന്താണ്, ഇത് ഡാംപ്ഡ് ആണ്, പക്ഷേ ഫ്രീ വൈബ്രേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ടേമാണിത്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ വരുന്ന ടേം ഇതാണ്. ഓക്കെ, അപ്പോൾ സി എഫ് റെപ്രസെൻറ്റ്സ് എ ഡാംപ്ഡ് ബട്ട് ഫ്രീ വൈബ്രേഷൻ. അപ്പോൾ ടി ഇൻക്രീസ് ചെയ്യുന്ന തോറും ഈ സാധനം എന്താവും, ടി ഇൻക്രീസ് ആവും തോറും ഇ റേസ് ടു മൈനസ്, അതായത് ടി ഇൻഫിനിറ്റി എത്തുമ്പോൾ ഇത് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ആവും. അപ്പോൾ ടി നല്ലോണം കൂടുമ്പോൾ ഈ പാർട്ട് 0 ആയി പോകും അല്ലേ, ഈ പാർട്ട് 0 ആയി പോകും. ഈ പാർട്ട് 0 ആയി കഴിഞ്ഞാലും ഈ പാർട്ട് 0 ആവില്ല, കാരണം ഇതിൽ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്നുള്ള ടേം വരുന്നില്ല, ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഈ ഒരു ടേം സൈൻ ടേമാണ്. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു ഹാർമോണിക് മോഷൻ, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഈ പാർട്ട് 0 ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒരു സ്റ്റഡി സ്റ്റേറ്റ് എത്തി എന്ന് പറയാം. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് ആണ് പി ഐ. സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഈ ഒരു ടേം മാത്രമാണ്. ഓക്കെ, സോ ആംപ്ലിറ്റ്യൂഡ് ഓഫ് സ്റ്റഡി സ്റ്റേറ്റ്, ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഏത് പാർട്ടാണ്, ഈ ഒരു പാർട്ട്, ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. സൈൻ ടേമിന് ഒഴികെയുള്ള ബാക്കിയുള്ള ടേമാണ് ആംപ്ലിറ്റ്യൂഡ്. F0 ബൈ റൂട്ട് എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് സി ഒമേഗ ഹോൾ സ്ക്വയർ, ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. ഇത് നമുക്കൊന്ന് മാറ്റി എഴുതാൻ നോക്കാം. ഡിവൈഡ് ബൈ എസ് കൊടുക്കാം, അപ്പോൾ ഇവിടെയും 1/s ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു F0 ബൈ എസ് ബൈ റൂട്ട് 1 മൈനസ് എം ഒമേഗ സ്ക്വയർ ബൈ എസ് ഹോൾ സ്ക്വയർ.
പ്ലസ് സി ബൈ എസ് ഒമേഗ ഹോൾ സ്ക്വയർ. അപ്പോൾ എം ബൈ എസ് എന്താണ്? ഒമേഗ എൻ സ്ക്വയർ ആണ്. അല്ലേ? അല്ലേ? എം ബൈ എസ് എന്ന് പറയുന്നത് 1/ഒമേഗ എൻ സ്ക്വയർ ആണ്. അല്ലേ? അതേപോലെ സി ബൈ എസ്സോ? വാട്ട് ഈസ് സി ബൈ എസ്? ഓർക്കുന്നുണ്ടോ? സി ബൈ എസ് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? സി ബൈ ആക്ച്വലി സി ഈക്വൽ ടു 2ζ എസ് ബൈ ഒമേഗ എൻ എന്നുള്ളൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് നമ്മൾ. 2ζ എസ് ബൈ ഒമേഗ എൻ. അപ്പോൾ സി ബൈ എസ് എന്നുള്ളത് 2ζ ബൈ ഒമേഗ എൻ എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. 2ζ ഒമേഗ എൻ. അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? ഇവിടെ എം ബൈ എസിനും സി ബൈ എസിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എ ഈസ് ഈക്വൽ ടു എന്താണ്? f0 ബൈ എസ് ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് ഒമേഗ ബൈ ഒമേഗ എൻ സ്ക്വയർ ഇൻറ്റു ഹോൾ സ്ക്വയർ പ്ലസ് 2ζ ഒമേഗ ബൈ ഒമേഗ എൻ ഹോൾ സ്ക്വയർ. ഇതാണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് ഇൻ കേസ് ഓഫ് എ ഫോഴ്സ്ഡ് ബട്ട് ഡാംപ്ഡ് വൈബ്രേഷൻ. ഫോഴ്സ്ഡ് വൈബ്രേഷനുമാണ് ഡാംപ്ഡ് വൈബ്രേഷൻ. അങ്ങനെയുള്ള കേസിൽ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ഈ ഫൈ എന്നുള്ള ഫേസ് ലാഗ് അറിയാലോ നിങ്ങൾക്ക്? ഫേസ് ലാഗാണ്. അതിൻ്റെ വാല്യൂ നമ്മൾ ഫൈവ് ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ഐ തിങ്ക് 5 സംവെയർ ഹിയർ. tan phi a omega by b minus omega square. a omega by b minus omega square. എന്താണ് a? phi is equal tan phi ആണ്. അപ്പോൾ ഇത് tan inverse of ആണ്. is equal to tan inverse of ആംഗിൾ tan inverse of a എന്ന് പറയുന്നത് c by m ആണ്. ഒമേഗ ബൈ എസ് ബൈ എം ബി മൈനസ് ഒമേഗ സ്ക്വയർ. സി ബൈ എം എന്താണ്, എസ് ബൈ എം എന്താണ്? നമ്മൾ ജസ്റ്റ് ഇപ്പോൾ എഴുതി. ടാൻ ഇൻവേഴ്സ് ഓഫ് 2ζ ഒമേഗ ബൈ ഒമേഗ എൻ ബൈ 1 മൈനസ്. ഓക്കെ, മാറ്റി എഴുതി കൂടെ? കാരണം സോറി അത് കുറച്ച് ഈ സ്റ്റെപ്പിൽ ഡയറക്റ്റ് കിട്ടില്ല. അതായത് സി ബൈ എം. അപ്പോൾ എം കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താലോ അല്ലേ? എം കൊണ്ട് നമുക്ക് താഴെ മുകളിലും മൾട്ടിപ്ലൈ ചെയ്താൽ സി ഒമേഗ ബൈ എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ സി എന്നുള്ളത് സി ക്യാൻ ബി റിട്ടേൺ ആസ് വാട്ട്? അല്ലെങ്കിൽ നമുക്ക് എസ്സും കൂടെ ഒന്ന് കളയാം അല്ലേ? എസ്സും കൂടെ ഒന്ന് കളയാം. ഡിവൈഡ് ബൈ എസ് ഹോൾ ബൈ എസ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് സി ബൈ എസ് ഒമേഗ ബൈ 1 മൈനസ് എം ബൈ എസ് ഒമേഗ സ്ക്വയർ. ഈ സി ബൈ എസ് ആണ് നമുക്ക് എന്ത് എഴുതാൻ പറ്റുക? 2ζ. ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 2ζ ഒമേഗ ബൈ ഒമേഗ എൻ ബൈ 1 മൈനസ് ഒമേഗ ബൈ ഒമേഗ എൻ ഹോൾ സ്ക്വയർ. അപ്പം ഇത് ഇങ്ങനെയാണ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഈ ഒരു ടേം. ടാൻ ഇൻവേഴ്സ് ഓഫ് 2ζ ഒമേഗ ബൈ ഒമേഗ എൻ. അതായത് നമ്മൾ ഈ ആംപ്ലിറ്റ്യൂഡ് ടേം ഉണ്ടല്ലോ, ആംപ്ലിറ്റ്യൂഡിൻ്റെ ടേമിൽ ഈ ഒരു ടേം ടാൻ ഇൻവേഴ്സ് ഓഫ് ദിസ് ബൈ ദിസ് ചെയ്താൽ നമുക്ക് ഫൈ കിട്ടും. ഓക്കെ, ദാറ്റ് ഇസ് ഹൗ വി കാൽക്കുലേറ്റ്. ഇനി ഒരു ടേമും കൂടെ പറഞ്ഞ് നിർത്താം. മാഗ്നിഫിക്കേഷൻ ഫാക്ടർ.
മാഗ്നിഫിക്കേഷൻ ഫാക്ടർ എന്ന് വെച്ചാൽ ദ റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്, റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് steady state response to the static deflection under the action of force, F0 എന്നുള്ളൊരു ഫോഴ്സിൻ്റെ ആക്ഷൻ കാരണം ഉണ്ടാകുന്ന സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് ടു ദി സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഓഫ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ഫോഴ്സ് F0. ഇതെന്തായിരിക്കും? ഈ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് F0/S ആയിരിക്കും അല്ലേ? അത് നമ്മൾ പഠിച്ചതാണ്. സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് F0/S ആണ്. F0/S. അപ്പോൾ നമ്മൾക്ക് ഈ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് MF എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്, അതായത് എന്തായിരുന്നു F0/S ഇൻറ്റു ഡിവൈഡ് ബൈ 1 മൈനസ് ω/ωn ഹോൾ സ്ക്വയർ, ω/ωn സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 2ζ ω/ωn ഹോൾ സ്ക്വയർ, ഇതിൻ്റെ ഹോൾ റൂട്ട്. ഇതാണ് ആംപ്ലിറ്റ്യൂഡ്. ദിസ് ഹോൾ ഡിവൈഡ് ബൈ F0/S. ഇതാണ് ഡിഫ്ലക്ഷൻ, സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ അണ്ടർ ദ ആക്ഷൻ ഓഫ് ഫോഴ്സ് F0 അല്ലേ? ആണെങ്കിൽ എന്താ ഇതും ക്യാൻസൽ ആവും. മാഗ്നിഫിക്കേഷൻ ഫാക്ടർ എന്ന് വെച്ചാൽ ജസ്റ്റ് 1/√1 മൈനസ് ω/ωn ഹോൾ സ്ക്വയർ പ്ലസ് 2ζ ω/ωn ഹോൾ സ്ക്വയർ. Okay, so the magnification factor depends on the frequencies അല്ലേ, ratio of frequencies. ഒന്ന് ഈ ഫാക്ടറിന് ഡിപ്പെൻഡ് ചെയ്യും, രണ്ടാമത്തെ ഡാമ്പിങ് ഫാക്ടർ സീറ്റയാണ് ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? റൈറ്റ്. ω/ωനെ ഡിപ്പെൻഡ് ചെയ്യും, സീറ്റ എന്നുള്ള ഏത് ഡാമ്പിങ് ഫാക്ടറിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ദ പ്ലോട്ട് ഓഫ് മാഗ്നിഫിക്കേഷൻ ഫാക്ടർ ഇവിടെ കാണാം അല്ലേ? മാഗ്നിഫിക്കേഷൻ ഫാക്ടറിൻ്റെ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വിത്ത് റെസ്പെക്ട് ടു ω/ωn ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് സീറ്റ അല്ലേ? ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് സീറ്റ ഇസ് ഷോൺ ഇൻ ദിസ് ഫിഗർ. അപ്പോൾ ദ കർവ് ഷോസ് ദാറ്റ് ആസ് ഡാമ്പിങ് ഇൻക്രീസസ്, അതായത് ഡാമ്പിങ് ഇൻക്രീസ് ചെയ്യും തോറും the maximum value of the magnification factor decreases അല്ലേ? മാഗ്നിഫിക്കേഷൻ ഫാക്ടറിൻ്റെ മാക്സിമം വാല്യൂ കുറഞ്ഞുകൊണ്ടാണ് വരുന്നത്. സീറ്റ കൂടുന്തോറും നമുക്ക് മാഗ്നിഫിക്കേഷൻ ഫാക്ടറിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ട് വരുന്നതായിട്ടാണ് അല്ലേ? അല്ലെങ്കിൽ വൈസ് വേഴ്സ, അതായത് സീറ്റ കുറയും തോറും മാഗ്നിഫിക്കേഷൻ ഫാക്ടറിൻ്റെ വാല്യൂ കൂടിക്കൊണ്ട് പോകും. സോ വെൻ ദർ ഇസ് നോ ഡാമ്പിങ്, സീറ്റ 0 ആയ സമയത്ത് നോ ഡാമ്പിങ്, എന്താണ് സംഭവം? ഇറ്റ് റീച്ചസ് ഇൻഫിനിറ്റി അല്ലേ? ഒരു ഇൻഫിനിറ്റി വാല്യൂ ആണ്. മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ ഇൻഫിനിറ്റി എത്തുന്നുണ്ട്. അറ്റ് വാട്ട് വാല്യൂ ഓഫ് ω/ωn? അറ്റ് വാല്യൂ ഓഫ് 1 എന്നില്ല. ω/ωn 1 ആകുമ്പോൾ വെൻ സീറ്റ ഈസ് ഈക്വൽ ടു 0 ആൻഡ് ω/ωn ഈസ് ഈക്വൽ ടു 1, magnification factor tends to infinity, right? So when the frequency of the forced wave, എന്താണ് ω/ωn equal to 1 എന്ന് വെച്ചാൽ ω is equal to ωn എന്നാണ്. So when the frequency
of the forced vibration is equal to the frequency. That is frequency of the അതായത് ഫ്രീക്വൻസി ഓഫ് ദ ഫോഴ്സ്ഡ് വൈബ്രേഷൻ, അതായത് അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദി ഫ്രീക്വൻസി ഓഫ് ഫ്രീ വൈബ്രേഷൻ. അതായത് ആ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടല്ലോ ഒമേഗ എൻ, അതിന് ഈക്വൽ ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ ഇൻഫിനിറ്റി ആവുന്ന പറയും. ഇൻഫിനിറ്റി. ദാറ്റ് പർട്ടിക്കുലർ കണ്ടീഷൻ ഈസ് നോൺ ആസ് റെസൊണൻസ്. സോ ഇൻ പ്രാക്ടീസ് റെസൊണൻസ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഏത് ആംപ്ലിറ്റ്യൂഡ് വലിയൊരു ആംപ്ലിറ്റ്യൂഡിൽ സംഭവം വൈബ്രേറ്റ് ആവുന്നതാണ്, സിസ്റ്റം വൈബ്രേറ്റ് ആവുന്നതാണ് ഇതിൻ്റെ അർത്ഥം. സോ ദ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ കനോട്ട് റീച്ച് ഇൻഫിനിറ്റി ഇൻ പ്രാക്ടിക്കൽ കേസ് അല്ലേ, ഡ്യൂ ടു സം ഫ്രിക്ഷൻ വിച്ച് ടെൻസ് ടു ഡാമ്പൻ ദ വൈബ്രേഷൻ. അതായത് നമ്മൾ ഡാമ്പനിങ് ഇല്ല എന്നുള്ളൊരു കേസാണ് നമ്മൾ എടുത്തത്, സീറ്റ 0 എന്ന കേസിലാണ്. പക്ഷേ ആക്ച്വൽ കേസിൽ ഡാമ്പിങ് ഉണ്ടാവും. സോ the amplitude can reach very high levels but not infinity. തിയററ്റിക്കലി ഇത് ഇൻഫിനിറ്റി എത്തണം എപ്പോഴും സീറ്റ 0 ആകുമ്പോൾ, അല്ലെങ്കിൽ സീറ്റ 0 ആവണം, ഒമേഗ = ഒമേഗ എൻ ആകുമ്പോൾ ഇൻഫിനിറ്റി എത്തണം. പക്ഷേ റിയൽ കേസസിൽ സീറ്റ ഒരിക്കലും 0 ആവില്ല, അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം വാല്യൂ എത്തണം എന്നില്ല, ഇൻഫിനിറ്റി എത്തണം എന്നില്ല. പക്ഷേ വെരി ഹൈ വാല്യൂ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ ഉണ്ടാവാം. And that particular condition is known as a resonance. Okay. രണ്ടാമത്തെ ഫിഗർ, അതായത് ഒരു ഫിഗറും കൂടി ഉണ്ടായിരുന്നല്ലേ, ഇതെന്ന് വെച്ചാൽ ഫൈയുടെ വാല്യൂ ആണ്, ഫേസ് ആംഗിളിൻ്റെ വാല്യൂ ആണ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ/ഒമേഗ ആൻഡ് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് സീറ്റ. ഓക്കെ, താങ്ക് യു.